ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തി പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശി പറയാം ഹല്ലേലൂയ. 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 പ്രിയ ദൈവജനമേ, അനുഗ്രഹത്തിൻ്റെ ഈ രാത്രിയിൽ ഒത്തിരിയേറെ പ്രതീക്ഷകളോടും പ്രാർത്ഥനകളോടും കൂടിയാണ് നാം ഓരോരുത്തരും ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഇത് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന ഒരു രാത്രിയാണ്. നമ്മുടെ സ്വപ്നങ്ങളുടെ മേൽ, നമ്മുടെ പ്രതീക്ഷകളുടെ മേൽ, നമ്മുടെ ആഗ്രഹങ്ങളുടെ മേൽ സ്വർഗം തൻ്റെ കൃപകൾ വർഷിക്കുന്ന അനുഗ്രഹത്തിൻ്റെ മണിക്കൂറിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പ്രാർത്ഥനയ്ക്കായി ഇവിടെ അണഞ്ഞിരിക്കുമ്പോൾ, നമ്മുടെ ഭവനത്തിൽ ഈ ടെലിവിഷൻ്റെ മുൻപിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഒത്തിരിയേറെ നിയോഗങ്ങളുണ്ട്. പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് എനിക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ള ചോദ്യമുണ്ടാവാം. ഒരുപാട് പ്രതീക്ഷകളോടെ തുടങ്ങിയ, ഒരുപാട് സ്വപ്നങ്ങളോടെ ആരംഭിച്ച പ്രവർത്തനങ്ങളൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. നമുക്കറിയാം, ഈ കാലഘട്ടം ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെയാണ് ദൈവജനം മുഴുവൻ കടന്നു പോകുന്നത്. നമുക്കറിയാം, അനേകം കുടുംബങ്ങൾ ഇന്ന് കടഭാരത്തിലൂടെ, വേദനയിലൂടെ കടന്നു പോകുന്നു. അനേകര് രോഗികളായി കഴിയുന്നു. അനേകര് ജോലി ഉണ്ടായിരുന്നെന്ന് നഷ്ടപ്പെട്ട് ഇന്ന് വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. പ്രിയരെ, ഈ രാത്രിയിൽ നീ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒരു മരുഭൂമിയുടെ അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടോ? ഈ രാത്രിയിൽ ദൈവമായ കർത്താവ് നിന്നെ നോക്കി പറയുന്നു. യേശയ്യായുടെ പ്രവചനം 58 അധ്യായം അതിൽ 11 തിരുവചനം. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആയിത്തീരും നീ. അതേ പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മെ നിരന്തരം നയിക്കും. ഈ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ നിറയട്ടെ. ഈ രാത്രിയിൽ ഈ പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഈ രാത്രിയിൽ നിറയട്ടെ. എൻ്റെ കർത്താവ് എന്നെ നിരന്തരം നയിക്കും. ഈ മരുഭൂമി അനുഭവത്തിലും എൻ്റെ ദൈവം എനിക്ക് സമൃദ്ധി നൽകും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ഞാനും എൻ്റെ കുടുംബവുമായി തീരും. അതേ പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുന്ന ദൈവം ഇത് നമുക്ക് വാഗ്ദാനം നൽകിയതാണ്. ഇസ്രയേൽ ജനത്തെ നോക്കുക. മരുഭൂമി അനുഭവത്തിൽ അവർ ഒരിക്കലും തളരേണ്ടി വന്നിട്ടില്ല. ദൈവം അവരുടെ കൂടെയുണ്ടായിരുന്നു. 40 വർഷത്തോളം അവരെ പരിപാലിച്ചു. അവൻ അവർക്ക് ജലം നൽകി, മധുരമുള്ള ജലം നൽകി, മന്നയെ നൽകി, കാടപക്ഷികളെ നൽകി. ദൈവം പോറ്റി വളർത്തിയൊരു ജനം. അതേ അവസ്ഥ എനിക്കും നിങ്ങൾക്കും ഇന്നുണ്ട്. ഇന്ന് നാം ഒരു മരുഭൂമി അനുഭവത്തിലാണെങ്കിൽ എൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ഇറങ്ങി വരുന്ന ദൈവമാണ്. ഈ രാത്രിയിൽ അവൻ്റെ പക്കലേക്ക് നമ്മുടെ ഇരു കരങ്ങളെയും ഒന്ന് ഉയർത്താം. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഇരു കരങ്ങളും അവൻ്റെ പക്കലേക്ക് ഉയർത്തി ആ ദൈവത്തെ ഒന്ന് വിളിച്ചാരാധിക്കാമോ? വിളിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം നമുക്കുണ്ട്. അവൻ്റെ സന്നിധിയിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി എൻ്റെ യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുക. നിന്റെ മരുഭൂ അനുഭവങ്ങളുടെ മേൽ, തകർന്ന അവസ്ഥകളുടെ മേൽ, ജോലി ഭാരത്തിന്റെ മേൽ, കടഭാരങ്ങളുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. കുടുംബ തകർച്ചകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ണുനീരിന്റെ അനുഭവങ്ങളെ കൊടുത്ത് പ്രാർത്ഥിക്കുക. രോഗത്തിന്റെ അവസ്ഥകളെ കൊടുത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിനക്ക് മതിയായവനാണ്. ഇരു കരങ്ങളും ഉയർത്തിയൊന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം നിറയട്ടെ, ആത്മാവിന്റെ സാന്നിധ്യം നിറയട്ടെ. കടഭാരങ്ങളെല്ലാം യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ആരെല്ലാം യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അവരുടെ എല്ലാം ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇപ്പോൾ ഇറങ്ങും. ആ ടെലിവിഷൻ സ്ക്രീനിലേക്ക് നോക്കി എന്റെ യേശുവിനെ നോക്കി ഒന്ന് വിളിച്ച് ആരാധിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതേ പ്രിയരെ, ഈ ആത്മീയ യാത്രയിൽ ഒരിക്കലും നമ്മുടെ ലക്ഷ്യം മാറിപ്പോകരുത്. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. ഈ ലോക ജീവിതമെല്ലാം നശ്വരമാണ്. ഇവയെല്ലാം കടന്നു പോകും. എന്റെ സ്വർഗം നോക്കി, എന്റെ യേശുവിനെ നോക്കി ഈ ലോകത്തിൽ യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അതിനാൽ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, അവന്റെ സ്നേഹം
സ്നേഹം നുകർന്ന് ആവോളം അവനോട് ചേർന്ന് നിന്ന് ഈ ലോകത്തിലായിരിക്കുവാൻ, സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യുവാൻ നമുക്ക് അവനെ പാടി ആരാധിക്കാം. ഇത് അനുഗ്രഹത്തിന്റെ രാത്രിയാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മേൽ ചിറക് വിരിക്കുന്ന മണിക്കൂറുകളാണിത്. എന്റെ യേശുവിനെ വിളിച്ച് ആരാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, 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 മഹത്വം. ആരാധന, 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 ആരാധന. ഗ്ലോറി, 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 ഗ്ലോറി. താളത്തിൽ കരങ്ങളടിക്കാം. യേശുവിനെ കരങ്ങളടിച്ച് ഈ ആരാധനയിൽ നമ്മുടെ ദൈവത്തെ ഏറെ സ്നേഹത്തോടെ കരങ്ങളടിച്ച് പാടി ആരാധിക്കുന്നു. ദൈവത്തിൻ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കാം, പവന സ്നേഹം നുകർന്നിടാം, ആ സ്നേഹമേവർക്കും പകർന്നിടാം. ഒരുമിച്ച് പാടാം. കരങ്ങൾ ഉയർത്തി അടിച്ച് ഒരുമിച്ച് ആരാധിക്കുന്നു. ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. പാടാമോ? കണ്ടു ഭയം വേണ്ട, ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. പ്രിയ ദൈവമക്കളെ, ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമുക്കായിരിക്കാം. നമ്മുടെ ആത്മാവ് ഏറെ വിലപ്പെട്ടതാണ്. ഒരിക്കലും അത് ഈ ലോകത്തിൻ്റെ മുഖങ്ങളിൽ പെട്ട് നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഓരോ ദൈവ പൈതലിൻ്റെയും ആത്മീയ ജീവിതം ദൈവം ഏറെ വിലമതിക്കുന്നു. ആ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. എല്ലാ പാപ അവസ്ഥകളെയും ഈ ലോകത്തിന്റെ എല്ലാ മോഹങ്ങളെയും ഉപേക്ഷിച്ച് ആത്മീയ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് അവസാന നാളുകളിലായിരിക്കുവാൻ, അവന്റെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നമുക്ക് ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി അടിച്ചാരാധിക്കുന്നു. കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. ചെങ്കട കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മെ പരിപാലിക്കുന്ന ദൈവത്തെ കണ്ടുകൊണ്ട്, അവന്റെ സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കാമോ? എൻ്റെ ദൈവം എനിക്ക് മതിയായവനാണ്. ഈ രാത്രിയിൽ എൻ്റെ രോഗങ്ങളെ സുഖപ്പെടുത്തുവാൻ, എൻ്റെ വേദനകൾ എടുത്തു മാറ്റുവാൻ, എൻ്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ എൻ്റെ യേശുവിന് സാധിക്കും. അവൻ പറഞ്ഞില്ലേ, നിങ്ങൾ എൻ്റെ അരികിൽ വന്ന് നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് നിങ്ങൾക്ക് ഉത്തരം നൽകും. അതേ പ്രിയരെ, ഈ രാത്രിയിൽ ആ ദൈവത്തെ വിളിച്ച് ആരാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും കരങ്ങൾ അടിച്ച് സന്തോഷത്തോടെ എല്ലാം മറന്ന് ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാം. ലോകത്തെ ജയിച്ചവൻ കൂടെയില്ലേ, ക്രൂശുകൾ ഏറുമ്പോൾ പതറേണ്ട, ക്രൂശിതനായവൻ കൂടെ
കരങ്ങളെ ഉയർത്തിയിരിക്കുന്നു. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. വീണ്ടും ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ വീശി ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 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 പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ സാന്നിധ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി പരിശുദ്ധനായവനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. എന്റെ യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. തളർന്ന ജീവിതങ്ങളാണ്, തകർന്ന ജീവിതങ്ങളാണ്. സ്വർഗത്തിന്റെ കൃപകൾ ഇപ്പോൾ വർഷിക്കപ്പെടും. അവൻ നമ്മെ ഏറ്റെടുക്കുന്ന ദൈവമാണ്. നമ്മുടെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അനുകൂലമാക്കി മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. വിശ്വസിച്ച് ആരാധിക്കാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. മഹത്വം 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 മഹത്വം. വിടുതലുകൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസാന്നിധ്യം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളും അനുഗ്രഹം പ്രാപിക്കട്ടെ. എല്ലാ വ്യക്തികളും അനുഗ്രഹം പ്രാപിക്കട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും അനുഗ്രഹം പ്രാപിക്കട്ടെ. വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ദൈവീക സാന്നിധ്യം കൊണ്ട് കുടുംബങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ 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 ഈശോ. ഹൃദയത്തെ ശാന്തമാക്കി ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ നമുക്കിപ്പോൾ അനുഭവിക്കാം. സങ്കീർത്തനങ്ങൾ 42:5 ഇപ്രകാരം വചനം നമ്മോട് പറയുന്നു: എൻ്റെ ആത്മാവേ, നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിന് നെടുവേർപ്പെടുന്നു? ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുക. ഓ പ്രിയപ്പെട്ടവരെ, ഈ സമയം ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൂടെ ഒത്തിരിയേറെ ചിന്തകൾ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളായിരിക്കും, കുടുംബത്തെക്കുറിച്ചുള്ള വേദനകളായിരിക്കും, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും. എന്തുമായിക്കൊള്ളട്ടെ, ഈ രാത്രിയിൽ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. ദൈവം നമ്മുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കുകയാണ്. സങ്കീർത്തകൻ ഒരുപാട് വേദനകളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എവിടെയാണ് എന്ന് അന്വേഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഓടിയണയുമ്പോൾ അദ്ദേഹം പറയുകയാ: എൻ്റെ ആത്മാവേ, നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിന് നെടുവേർപ്പെടുന്നു? ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളോട് ഈ സമയങ്ങളിൽ ദൈവം സംസാരിക്കുന്ന വചനമാ. എന്തിനാണ് കുഞ്ഞെ നീ വിഷമിക്കുന്നത്? എന്തിനാണ് കുഞ്ഞെ നീ കരഞ്ഞ് തളരുന്നത്? നിനക്ക് സമീപസ്ഥനായ ഒരു ദൈവം നിന്റെ കൂടെ ഇല്ലേ? ഒരു ദൈവം നിന്റെ കൂടെ ഇല്ലേ? ഞാൻ നിന്റെ കൂടെ ഇല്ലേ എന്ന് കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ന്യായമിലെ വിധവയുടെ മകൻ മരിച്ചു. ആ മകനെയും എടുത്തുള്ള വിലാപയാത്രയിൽ ഈശോ ആ യാത്രയിൽ ചെന്ന് ചേരുകയാണ്. ഈശോ ആ കരയുന്ന അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയുക: കരയേണ്ട, കരയേണ്ട എന്ന് ഈശോ ആ മകളോട് പറയുക. അതിനുശേഷം ഈശോ മരിച്ച ആ യുവാവിൻ്റെ അടുത്ത്, അതിനെ മൃതദേഹം വഹിച്ചു കൊണ്ടുപോകുന്ന അവരുടെ അടുക്കലെത്തി ആ ശവമഞ്ചത്തിൽ ഈശോ തൊട്ടു. ഉടനെ അതും വഹിച്ചു കൊണ്ടുപോയിരുന്നവർ നിന്നു. യുവാവെ, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് ഈശോ അവിടെ ആ മകന് ജീവൻ തിരിച്ചു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് വേദനകളിലൂടെ ആയിരിക്കും നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ഈ ലോകത്തിൽ ആർക്കും അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഒന്നിനും നമ്മെ ഒന്ന് ആശ്വസിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കുകയില്ല. എന്നാൽ ഒരു കാര്യം നമുക്ക് ഓർക്കാം: ഈശോ കരയേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ നാം കരയേണ്ടി വരികയില്ല നമ്മുടെ ജീവിതത്തിൽ.
ഈശോ സുഖപ്പെടുത്തിയാൽ പിന്നെ നാം ദുഃഖിക്കേണ്ടി വരികയില്ല നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടാൽ പിന്നെ നാം തളർന്നു പോകേണ്ടി വരികയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ഈ രാത്രിയിൽ നമുക്ക് ഉണർത്താം. നമ്മുടെ വിശ്വാസത്തെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഉണർത്താം. ഏതൊരവസ്ഥയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും, എത്രമാത്രം തകർന്ന അവസ്ഥയിലൂടെയാണ് പോകുന്നതെങ്കിലും, നിന്റെ ദൈവം നിന്റെ അരികിലുണ്ടെങ്കിൽ, നിന്റെ ഈശോ നിന്റെ അരികിലുണ്ടെങ്കിൽ, അവൻ നിന്നോട് കരയേണ്ട മകനെ, കരയേണ്ട മകളെ, നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. കർത്താവിന്റെ മുമ്പിലേക്ക് നിന്റെ ഹൃദയം ഒന്ന് ഉയർത്തുക. ഈശോയെ, നീ മാത്രം മതി എനിക്ക്. മറ്റു പലതിലുമായിരിക്കും ഒരുപക്ഷെ നാം ആശ്രയിച്ച് നിൽക്കുന്നത്. ഒരുപക്ഷെ മറ്റു പലതിലേക്കുമായിരിക്കും നമ്മുടെ കണ്ണുകൾ ഉടക്കിക്കിടക്കുന്നത്. എന്നാൽ സങ്കീർത്തകൻ പറയുന്നത് പോലെ, നീ എന്തിനു വിഷാദിക്കുന്നു, നീ എന്തിനു നെടുവീർപ്പെടുന്നു, നിന്റെ ദൈവത്തിൽ നീ ആശ്രയിക്കുക. നമ്മുടെ ആശ്രയത്വം പൂർണ്ണമായും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്കൊരു നിമിഷം ഒരിക്കൽ കൂടി ഈശോയെ സ്തുതിക്കാം. ഈശോയെ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഈശോയുടെ ഹൃദയം കൊണ്ടൊന്ന് പറയുക, നാഥ, നീ മതി എനിക്ക്. കർത്താവേ, അങ്ങാണ് എന്റെ ആശ്രയം. മറ്റൊന്നിലുമല്ല ദൈവമേ ഞാൻ ആശ്രയിക്കുന്നത്. ഞാൻ മറ്റൊന്നിലുമല്ല കർത്താവേ ഞാൻ ആശ്രയിക്കുന്നത്. എന്റെ ആശ്രയം, എന്റെ കോട്ടയും, എന്റെ സർവശക്തനും നീ മാത്രമാണ് കർത്താവേ. നീ മാത്രം മതി എനിക്ക്. ഈശോ, ചേർന്നിരുന്നൊന്ന് പാടി പ്രാർത്ഥിക്കാം. നാഥാ, നീ മതി എനിക്ക്. നിൻ കൃപ മതി എനിക്ക്. ഈശോ, നാഥാ, നീ മതി എനിക്ക്. നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്കൊന്ന് സാവധാനം ഉയർത്തിപ്പിടിച്ച് തിരുകൃപ മതി എനിക്ക്. ഒരിക്കൽ കൂടി പാടാം. നാഥാ, നീ മതി എനിക്ക്. ഈശോമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം. നിൻ കൃപ മതി എനിക്ക്. ഈശോയാണ് എൻ്റെ ജീവിതത്തെ ഉയർപ്പിക്കുന്നത്. നാഥാ, നീ മതി എനിക്ക്. യേശുവേ, നീ മതി, നീ മാത്രം മതി കർത്താവേ. കൃപ മതി എനിക്ക്. നിന്റെ കൃപ മാത്രം മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. കണ്ണുകൾ അടച്ച് ഈ മരുയാത്രയതിൽ യേശുവേ, നിന്റെ കൃപ മാത്രം മതി. കൃപ മതി എനിക്ക്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് വീണ്ടും ചേർത്ത് വയ്ക്കാം. ഓ പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വേദനകളും ദുഃഖങ്ങളും നെടുവീർപ്പുകളും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ നാം ഉയർത്തുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സ്നേഹം, ദൈവത്തിൻ്റെ വലിയ പരിപാലന, ദൈവത്തിൻ്റെ വലിയ വഴി നടത്തൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അനുഭവിച്ചിട്ടുണ്ട്. സങ്കീർത്തന പുസ്തകം 40:5 നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവമായ കർത്താവ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. അങ്ങേക്ക് തുല്യനായി ആരുമില്ല. ഞാൻ അവയെ വിവരിക്കുവാനും പ്രഘോഷിക്കുവാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ. നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഈ യാത്രയിൽ എന്തുമാത്രം അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞു. ദൈവം നമ്മളെ സ്നേഹിച്ച് അവിടുത്തെ പരിപാലന നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിച്ച എത്രയോ നല്ല നിമിഷങ്ങൾ നമുക്ക് ഓർത്തെടുക്കുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ചതുപോലെ
എത്രമാത്രം അത്ഭുതങ്ങളും എത്രമാത്രം അടയാളങ്ങളും എത്രമാത്രം വലിയ കൃപകളും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക്, ദൈവം നമ്മുടെ കുടുംബത്തിലേക്ക് വർഷിച്ചു കൊണ്ടിരിക്കുകയാ. ആമേൻ. സങ്കീർത്തകൻ പറയുന്നുണ്ട്, ഞാൻ അവ എണ്ണിയാൽ അല്ലെങ്കിൽ ഞാൻ അവയെ വർണ്ണിക്കാൻ തുനിഞ്ഞാൽ അവ അസംഖ്യമാണ്. നമുക്കും പറയുവാൻ സാധിക്കും, ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ഓർത്തെടുത്താൽ, ദൈവം നൽകിയ കൃപകൾ എണ്ണിയാൽ അത് തീരുകയില്ല. അത് അസംഖ്യമാണ്. ഇത്രമാത്രം ദൈവം നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇത്രമാത്രം അനുഗ്രഹത്തിന്റെ വഴികളിലൂടെ ദൈവം നമ്മെ നയിച്ചിട്ടുണ്ട്. കണ്ണുനീരിന്റെയും സഹനത്തിന്റെയും രോഗത്തിന്റെയും ഒക്കെ അവസ്ഥയിലും നാം തകർന്നു പോകാതെ, നമ്മുടെ കുടുംബം തകർന്നു പോകാതെ നമ്മെ ചേർത്ത് പിടിച്ച ഒരു കർത്താവിന്റെ പരിപാലനയുടെ കരം, പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ കരത്തെ നമുക്ക് ഒന്ന് കാണാം, ആ സ്നേഹം നമുക്കൊന്ന് ഓർക്കാം. ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്കിപ്പോൾ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വിവരിക്കുവാൻ കഴിയാത്ത നന്മകൾ, വിവരിക്കുവാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ, നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ എല്ലാ നന്മകളെയും ഓർത്ത് വലിയ സ്നേഹത്തോടുകൂടി നമ്മൾ വീണ്ടും പാടി പ്രാർത്ഥിക്കുന്നു. എണ്ണമില്ല നന്മകൾ എന്നിൽ ചൊരിയും വന്ദയെ ഓർക്കുമ്പോ നന്ദിയല്ലതൊന്നുമില്ലപ്പാ എൻ്റെ നാവ ചൊല്ലിടുവനാ. സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ എൻ്റെ നാവ ചൊല്ലിടുവനാ. യേശുവേ, നന്ദിയല്ലതൊന്നുമില്ലപ്പാ എൻ്റെ നാവാൽ ചൊല്ലിടുവാനാ. സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ എൻ്റെ നാവാൽ ചൊല്ലിടുവാനാ. നിത്യസ്നേഹമോർക്കും ചേർന്നു പാടാം. കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ചേർന്നു പാടി ആരാധിക്കാം. കരുണയോർക്കുമ്പോൾ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ, നിത്യസ്നേഹമോർക്കുമ്പോൾ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ, യേശുവേ, ചേർന്ന് വിളിക്കാം. എന്നേശുവേ, സാധുവാകുമെന്നെ സ്നേഹിച്ചു സ്വന്ത ജീവൻ തന്ന സ്നേഹമേ. സ്നേഹത്തെ ഓർത്തു പാടാം. നന്ദിയല്ലതൊന്നുമില്ലപ്പാ എൻ്റെ നാവ ചൊല്ലിടുവനാ. എന്റെ ഈശോയെ, സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ എൻ്റെ നാവ ചൊല്ലിടുവനാ. സാധുവാകുമെന്നെ സ്നേഹിച്ചു സ്വന്ത ജീവൻ തന്ന സ്നേഹമേ. നന്ദിയല്ലതൊന്നുമില്ലപ്പാ എൻ്റെ നാവാൽ ചൊല്ലിടുവാനാ. സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ എൻ്റെ നാവാൽ ചൊല്ലിടുവാനാ. നിത്യസ്നേഹമോർക്കുമ്പോൾ ചേർന്ന് പാടാം. കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. നിത്യസ്നേഹമോർക്കുമ്പോൾ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ ത്യാഗമോർക്കുമ്പോൾ
യേശുവേ എന്നേശുവേ ചേർന്ന് വിളിക്കാം, ചേർന്ന് വിളിക്കാം. യേശുവേ എന്നേശുവേ യേശുവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് ചേർത്ത് വെക്കാം. അവിടുന്ന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് ഓർക്കാം. നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചും പോലും നമ്മെ സ്നേഹിച്ച ആ കാരുണ്യം, കാൽവരിയിൽ നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട ആ ബലി, അതെ, നാം ഓരോരുത്തരും ജീവൻ പ്രാപിക്കേണ്ടതിന്, നാം ഓരോരുത്തരും രക്ഷിക്കപ്പെടേണ്ടതിന് അവിടുന്ന് നമുക്ക് വേണ്ടി അർപ്പിച്ച ആ വലിയ ത്യാഗം. ഓ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വലിയ സ്നേഹം ഈ രാത്രിയിൽ വീണ്ടും നമ്മുടെ ഹൃദയത്തിലേക്ക് ചാലുകയേറി ഒഴുകട്ടെ. ആ സ്നേഹത്തെ നമുക്ക് ആരാധിക്കാം, ആ സ്നേഹത്തെ നമുക്ക് വീണ്ടും പാടിപ്പാടാം. യേശുവേ, 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 യേശുവേ. കരങ്ങൾ ഉയർത്തി ഒന്ന് ആരാധിക്കാം. യേശുവേ, 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 യേശുവേ. സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ യേശുവേ, 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 യേശുവേ. എന്റെ തകർച്ചയിൽ, എന്റെ രോഗങ്ങളിൽ, എന്റെ വേദനകളിൽ എന്നോട് ചേർത്ത് നിൽക്കുന്ന കർത്താവിന്റെ വലിയ കാരുണ്യം, സ്നേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പാപിയായിരിക്കെ എനിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച അവിടുത്തെ വലിയ സ്നേഹം. യേശുവേ, 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 യേശുവേ. കാൽവരീതൻ സ്നേഹമോർക്കുമ്പോ ഓ യേശുവേ, കൺകൾ നിറയും നിന്റെ പ്രിയനേ. എന്റെ ഈശോയേ, നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ കർത്താവേ, എന്റെ നാവൽ ചൊല്ലിടുവനാ. യേശുവേ, സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവനാ. കാൽവരി തൻ സ്നേഹമോർക്കുമോ കൺകൾ നിറയും നിന്റെ പ്രിയനേ. നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവനാ. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവനാ. നിത്യസ്നേഹമോർക്കും കരങ്ങൾ ഉയർത്തി, ഹൃദയം ഉയർത്തി. എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ഓ യേശുവേ, ആ കരുണയോർക്കുമ്പോൾ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ, നിത്യസ്നേഹമോർക്കുമ്പോൾ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. യേശുവേ. ആ കരുണയോർക്കുമ്പോൾ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ ഈശോയെ വിളിക്കാം. എന്നേശുവേ യേശുവേ എന്നേശുവേ. ഓ യേശുവേ. ഇരുകരങ്ങളും ഉയർത്തി ഞാൻ വിളിച്ചാൽ എനിക്ക് ഉറവിളി എന്റെ വിളി കേൾക്കുന്ന, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന, എനിക്ക് ഉത്തരം നൽകുന്ന, എന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന യേശുവിനെ ഇരുകരങ്ങളും ഉയർത്തി, ഹൃദയം ഉയർത്തി ഒന്ന് ചേർന്ന് ആരാധിക്കാം. നമ്മുടെ കുടുംബത്തിന്റെ രക്ഷകനും നാഥനുമായി ഈശോ ഇതാ കടന്നു വരുന്നു. ഈശോ ഇതാ നമ്മുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് നമ്മുടെ മേൽ ചൊരിയുന്ന വൻ കൃപകളെയോ നമുക്ക് ആരാധിക്കാം. യേശുവേ, യേശുവേ, യേശുവേ. എണ്ണിയാൽ തീരാത്ത, വിവരിക്കാൻ പറ്റാത്ത കൃപകൾ യേശു നമുക്ക് വേണ്ടി, യേശു നമുക്ക് വേണ്ടി ഈ രാത്രിയിൽ വർഷിക്കും. ഹല്ലേലൂയ. അവൻ നമ്മെ അനുഗ്രഹിക്കും, അവൻ നമ്മെ സുഖപ്പെടുത്തും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 യേശു എനിക്ക് മതിയായവൻ. യേശു എനിക്ക് മതിയായ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.